ഹായ്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആൻവിക്കൂട്ടൻ കഴിക്കുന്ന അച്ചാർ ഇതാണ്, അതുണ്ടെങ്കിൽ കുഞ്ഞിച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കും, വെറുതെ ആണെങ്കിലും ഒരു ഇച്ചിരി തോണ്ടി കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ചേച്ചി അത് അച്ചാറിൻ്റെ ഒന്നും ഇട്ടില്ലല്ലോ, അച്ചാർ കാണിച്ചില്ലല്ലോ, ചേച്ചി പറഞ്ഞതേ ഉള്ളല്ലോ എന്ന്. അപ്പം ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു, അച്ചാർ തീർന്നിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ, ചൂടായത് കാരണം നമുക്ക് പാക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആൻവിക്കൂട്ടൻ കഴിക്കുന്ന ആ അച്ചാർ. ഈ അച്ചാർ ചിലർ പറയും പിള്ളേർക്കൊന്നും കൊടുക്കാൻ കൊള്ളത്തില്ല, ഉള്ള വിനാഗിരി മുഴുവൻ ചേരുന്നതെന്ന്. ഇതിന് ഞാൻ വിനാഗിരി എന്ന് പറഞ്ഞ സാധനമേ ചേർത്തിട്ടില്ലാത്ത സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഈന്തപ്പഴവും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പിരിയൻ മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി നമ്മൾ മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് അതും ഒരു ലേശമേ ചേർക്കത്തുള്ളൂ. അതായത് കുഞ്ഞുങ്ങൾക്ക് എരിവുണ്ടാകാതിരിക്കാനായിട്ടും വയറിന് മറ്റ് കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുമല്ലേ, ഏത് കറി കൊടുത്തു വിട്ടാലും ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ശകലം കൊടുത്തു വിടുന്നതിൻ്റെ ഇരട്ടിച്ചോറ് കുഞ്ഞുങ്ങൾ കഴിക്കും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ അച്ചാർ ഷുഗർ പേഷ്യൻറ്റിനും ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്കൊരു ലേശം മധുരം കഴിക്കാൻ പറ്റുന്നത് ഈ ഈന്തപ്പഴം മാത്രമേ ഉള്ളൊരു ലേശം മധുരമായിട്ട് അവർക്ക് ഉള്ളിൽ ചെല്ലാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ ഇതൊരു ബോട്ടിൽ കൊടുക്കുന്നത് എൻ്റെ ചേച്ചിക്കാണ്. ചേച്ചിക്ക് ഏത് ഗുളിക കഴിച്ചാലും മരുന്ന് കഴിച്ചാലും കയ്പ്പ് ഇങ്ങനെ കയറി വരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ മിഠായി വായിലൊക്കെ ഇട്ട് ചേച്ചി കണ്ടമാനം ഷുഗർ അങ്ങ് കയറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്കും കൊടുക്കും ഇതിലൊരു ബോട്ടിൽ, എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചതിന് ശേഷം ഇച്ചിരി വായിലിടാം. അപ്പം നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ആൻവിക്കൂട്ടൻ ജനിച്ചപ്പം തൊട്ട് തലയിൽ തേക്കുന്ന ഹെയർ ഓയിലും ബോഡി ഓയിലും അമ്മച്ചി ഉണ്ടാക്കിയത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അവനൊരു ശരീരത്തിനൊരു പൊരിയോ വലിച്ചിലോ ഡ്രൈ സ്കിന്നോ ഒന്നുമല്ല. ജനിച്ചപ്പോൾ മുടി ഒട്ടും ഇല്ലായിരുന്നെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കത് വിഷമമായിരുന്നു. അമ്മച്ചി പറഞ്ഞു 10-56 ആകുമ്പോഴത്തേന് മുടിയൊക്കെ നമുക്ക് വരുത്താവേന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊച്ചിൻ്റെ ഹെയർ ഓയിൽ റെഡിയാക്കിയത്. ആ ഹെയർ ഓയിലാണ് ഇത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഹെയർ ഓയിലിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുവോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ നോർമൽ കോൾ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അച്ചാർ ഐറ്റംസ് എല്ലാം ഉണ്ട്, ഇടിയിറച്ചി ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. വേണ്ടവർ ബുക്ക് ചെയ്യാൻ മറക്കൽ.